നിഹാൽ ഇവിടുന്ന് പോയിട്ടൊരു 5 വർഷമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 1.5 കൊല്ലം കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ നമ്പറൊക്കെ മാറ്റിയപ്പോൾ ആ കണക്ഷനൊക്കെ പോയി. ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നൊന്നും ഒരു പിടിയില്ല. പുള്ളിയുടെ പെർമനൻ്റ് അഡ്രസ്സും എല്ലാം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവൻ വീട് സ്ഥലമൊക്കെ വിറ്റിട്ട് കുറച്ച് കടമായിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ അവൻ വാടക വീട്ടിലൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത്, ഫാമിലിയൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഈ പെർമനൻ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മൂപ്പരിക്കൂടെ വേറെ വല്ല ഫ്രണ്ട്സ് ഉള്ളതായിട്ട് അറിയോ? EU ടെക്നോളജിയിലെ അലയൻസിലൊക്കെ ആയിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് ഒരു അറിവ്. നിങ്ങൾ അവിടെ അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇരുളു നീളുമ്പോൾ പുലരികൾ മായും പകലിനാൽ തൂകും ചിരികളാരും ചിത തേടിയകലും പൊരുളാണു പലതും മിഴിമൂടാതെ കനലാറാതെ നോവാതെ മാറാതെ നാം പുള്ളിയുടെ റൂംമേറ്റ് ആയിരുന്ന ഒരു വരണേട്ടനെ കുറിച്ച് ചേച്ചിക്ക് അറിയോ? പേര് കേട്ടിട്ടുണ്ട്, പക്ഷേ ആളാരാണെന്നറിയില്ല. ഒരു മിനിറ്റ്, ഇതാണ് ആളുടെ ഫോട്ടോ. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നിഹാലിൻ്റെ കൂടെയുള്ള ഫോട്ടോസിലാണ് കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. നിഹാൽഖാനെ കുറിച്ച് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും കോണ്ടാക്റ്റോ അങ്ങനെ? ഞാനൊരു 3 വർഷം മുമ്പ് ട്രൈ ചെയ്തിരുന്നു നിഹാലിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ ടൈമിലാണ് അറിയുന്നത് നമ്പർ വരെ ആൾ മാറ്റി. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുണ്ട്, ഒന്നിലും ആക്റ്റീവ് അല്ല. പിന്നെ ഞങ്ങൾ ഈ അടുത്തിടെ ഒരു റിയൂണിയൻ വെച്ചിരുന്നു. അപ്പോൾ അഡ്രസ്സൊക്കെ തപ്പി പോയതാ, പക്ഷേ ഒരു വിവരവും ഇല്ല. ശരി, എന്നാ ഞാൻ പോട്ടെ. ശരി. ആ കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ? ആ ശരി ശരി, ഓക്കെ. എന്താ പറഞ്ഞ? ഈ പുള്ളിയുടെ കമ്പനിയിലാണ് നിഹാൽക്ക 7 മാസം മുന്നേ വരെ വർക്ക് ചെയ്തത്. നിഹാൽക്ക അവിടെ കൊടുത്ത പെർമനൻ്റ് അഡ്രസ്സും അതുപോലെ തന്നെ നമ്പറും പുള്ളി ഇപ്പോൾ വാട്സപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത്. വന്നോ? വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. വിളിച്ചോക്ക്, ഇതെങ്കിലും ഒന്ന് ശരിയാ മതി. റിങ് ചെയ്യുന്നുണ്ട്. ആണോ? സ്പീക്കറിലിട്. ഹലോ ഹലോ, ഇത് നിഹാൽക്കല്ലേ? അതെ, ഇതാരാണ്?
വരുണേട്ടനും ഞാനും ഒരുമിച്ച് പോയം ക്ലബ്ബിലൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി വരുണേട്ടൻ്റെ പഴയ പോയംസൊക്കെ കളക്ട് ചെയ്തൊരു ബുക്ക് ഇറക്കാനുള്ള ചെറിയൊരു പരിപാടി ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണാൻ വന്നേ. ഓ, കവിതകളല്ലേ? ആ, കവിതകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവൻ്റെ വേറെ ആരെങ്കിലും ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അങ്ങനെയാണേലും കുഴപ്പമില്ല. ഇപ്പോൾ ഇക്കയും വരുണേട്ടനും ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ വരുണേട്ടൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തന്നാ. ക്ലോസ് ആയിട്ട് അങ്ങനെ ആരും ഇല്ല. പിന്നെ അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി ആരാന്ന് എനിക്കറിയില്ല. മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പായി പ്രണയമൊക്കെ തുടങ്ങിയത്. സത്യം പറഞ്ഞതിന് ശേഷമാണ് ആളൊന്ന് ചിരിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പിന്നെ ആവട്ടെ അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകും. അല്ല, ആളുടെ ഒരു ക്യാരക്ടർ അറിയാലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് ആൾ പോയില്ലേ. ഇക്കയ്ക്കല്ലാതെ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിയാരാന്നറിയാൻ പറ്റുമോ? എൻ്റെ അറിവിലില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യമാകുമ്പോൾ അത് വേറെ ആരോടും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ അവസാനമായിട്ട് അവനെ കണ്ടപ്പോൾ ഇനി തൊട്ടൊറ്റയ്ക്കല്ല, കൂട്ടിനൊരാളുണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കുഴപ്പമില്ലേക്കാ. വേറെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആ, ഓക്കെ, ശരി. നിഹാൽക്ക പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടി ആരാന്ന് വരുണേട്ടന് മാത്രമേ അറിയുള്ളൂ. കുറേ ദിവസം എൻ്റെ പിന്നാലെ നടക്കുന്നു. എനിക്ക് വയ്യ മൈക്ക്. എന്നാലും ആ പെൺകുട്ടി ആരാന്ന് നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റാത്ത? നമ്മളെ കൊണ്ടിത് പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇവിടുന്ന് പോവാം. റോഷ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കിതിവിടെ ഇട്ട് പോകാൻ പറ്റൂല. എത്രക്കായ സ്ഥിതിക്കുന്ന മൈക്കേ? ആ പെണ്ണാരാന്നറിയാതെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല. അതിനി വരുണേട്ടൻ തന്നെ വിചാരിക്കണം. നമ്മുടെ ഈ അവസ്ഥ മൂപ്പർക്ക് മനസ്സിലാവുണ്ടോ എന്ന് പോലും അറിയില്ല. വിശാലേ, ലൈറ്റ്. പ്രിയതേ, തോർന്നുപോയി 3 ദിനങ്ങൾ. നമ്മൾ പരസ്പരം കാണാതെ കേൾക്കാതെ മഴ തോർന്ന് ഒന്ന് കാണാൻ കാത്തിരുന്നപ്പോൾ 3 പുനർജന്മവും കടന്നുപോൽ. നമ്മുടെ മഴ പെയ്തു തീർത്തല്ലോ. മതിൽ നമുക്കിടയിൽ തന്നെ സമയമായി വെളിപ്പെടാൻ. ഇന്നത്തെ സന്ധ്യ മഴ നനഞ്ഞു നിൽക്കും. നമ്മുടെ ആദ്യ കാണലിന് സാക്ഷിയാകും.
ഫോർ സോൾ അവൾക്ക്. ഇത് മൊത്തം വരുണേട്ടൻ്റെ കവിതകളാ. ഈ പേര് മാത്രം വെച്ച് നമ്മളെന്ത് ചെയ്യാനാ? അറിയൂല. റിയൽ നെയിം ഉണ്ടെങ്കിൽ അത് വെച്ചെങ്കിലും അന്വേഷിക്കായിരുന്നു. എടാ, ചിലപ്പോൾ ഈ ബൈറൺ എന്ന് പറയുന്ന പോലെ അവളുടെ വിളിപ്പേരാണെങ്കിലോ ഈ സോൾ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചാലോ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, അവൻ മെന്റലിസ്റ്റാ. ആര്? ചാൾസേട്ടനോ? ആരാ? മൈക്കല്ലേ? അതെ, നിങ്ങളാരാ? ചാൾസേട്ടാ. ചേട്ടൻ ഒന്നിലടാ, രാവിലെ വരാന്ന് വെച്ചു. കുമാരൻ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കുണ്ടായ അനുഭവം എനിക്ക് നിങ്ങളുടെ അടുത്തും തന്നെ കേൾക്കണം. അപ്പൊ ഇത്ര കാലമായിട്ട് ഈ രണ്ട് പേരുകളെ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് ആ സോളിന്റെ അടുത്തേക്ക് ഇപ്പൊ എത്തണം. അതെ, ആ പെൺകുട്ടി ആരാന്ന് അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അതിന് പെൺകുട്ടി ആരെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നത് നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. HR ലീവ് തന്നില്ലല്ലേ? നിങ്ങളെന്തായാലും പോവാറിങ്ങിയല്ലേ, ഇറങ്ങിക്കോ. എനിക്ക് അയാളുടെ ഒറ്റയ്ക്കാണ് സംസാരിക്കാനുള്ളത്. അത് ഞാനിവിടെ ഒറ്റയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ചാൾസേട്ടാ, അത് പോയിട്ട് വാടാ.
എടാ ഞാൻ നിൻ്റെ ബൈക്കൊന്നും എടുക്കണ്ടേ? എങ്ങോട്ടാണ് ഈ മഴയത്ത്? ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അജ്ഞാതഗാമിയെ കാണാനായിരിക്കും. എടാ ഇപ്പോൾ പോകണം. പോയേ പറ്റൂ. വരുമ്പോൾ ചിലപ്പോൾ ഒരാൾ കൂടി ഉണ്ടാവും. ഉം.